അജ്മീർ ദർഗയുമായി ബന്ധപ്പെട്ടുയരുന്ന പുതിയ അവകാശവാദങ്ങളിൽ പാർലമെന്റിൽ കടുത്ത വിമർശനം ഉയർത്തിയിരിക്കുകയാണ് പ്രതിപക്ഷം. രാജ്യത്തെ പിന്നോട്ട് നടത്താനാണ് ബിജെപി ശ്രമമെന്നാണ് സമാജ്വാദി പാർട്ടി നേതാവ് ഡിംപിൾ യാദവിന്റെ വിമർശനം. രാജ്യം മുഴുവൻ തീ പടർത്താൻ പോകുന്നതാണ് ഇത്തരം വാദങ്ങളെന്നാണ് കോൺഗ്രസ് എം.പി. ഇമ്രാൻ മസൂദിന്റെ പരാമർശം. നെഹ്റു മുതൽ നരേന്ദ്രമോദി വരെയുള്ള പ്രധാനമന്ത്രിമാർ അജ്മീർ ദർഗയിലേക്ക് ചാദർ അഥവാ വിരിപ്പ് അയച്ചിട്ടുണ്ടെന്ന് AIMIM നേതാവ് അസദുദ്ദീൻ ഉവൈസിയും ചൂണ്ടിക്കാട്ടി. അജ്മീർ ദർഗയ്ക്ക് 800 വർഷം പഴക്കമുണ്ടെന്ന് ഉവൈസി സൂചിപ്പിച്ചു. 1911 എലിസബത്ത് രാജ്ഞിയുടെ സന്ദർശനത്തിനിടെ ഒരു ജലസംഭരണി നിർമ്മിച്ചിരുന്നു അവിടെ. ജവഹർലാൽ നെഹ്റു മുതലുള്ള പ്രധാനമന്ത്രിമാർ ദർഗയിലേക്ക് വിരിപ്പ് കൊടുത്തയക്കുന്നുണ്ട്. പ്രധാനമന്ത്രി മോദിയും വിരിപ്പ് അയച്ചിരുന്നു. പള്ളികളും ദർഗകളും ചൂണ്ടിക്കാട്ടി എന്തിനാണ് RSSും BJPയും വിദ്വേഷം പ്രചരിപ്പിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. കോടതികൾ എന്തുകൊണ്ടാണ് ആരാധനാലയ നിയമം പരിഗണിക്കാത്തതെന്നും ഉവൈസി ചോദിച്ചു. ഈ കേസിൽ ന്യൂനപക്ഷ മന്ത്രാലയത്തെ ഒരു കക്ഷിയാക്കുകയാണ് അവർ ചെയ്തിരിക്കുന്നത്. മോദി സർക്കാർ അവരോട് എന്താണ് പറയുക? കീഴ്ക്കോടതികൾ എന്തുകൊണ്ടാണ് ആരാധനാലയ നിയമം പരിഗണിക്കാത്തത്? ഓരോ പള്ളിയും ദർഗയും എടുത്ത് അതിന് താഴെ മറ്റെന്തെങ്കിലും ഉണ്ടെന്ന് വാദിക്കാനാണ് നീക്കം. അടുത്ത തവണ ഇനി ഏതെങ്കിലും മുസ്ലിം രംഗത്ത് വന്ന് ഇത് അവിടെയല്ലെന്ന് പറയും. ഇതെല്ലാം കൂടി എവിടെയാണ് അവസാനിക്കുക? നിയമവാഴ്ചയൊന്നുമില്ലേ ഇവിടെ? ജനാധിപത്യത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്നും അസദുദ്ദീൻ ഉവൈസി ചോദിച്ചു. രാജ്യത്തെ പിന്നോട്ട് നടത്താനാണ് BJP ശ്രമിക്കുന്നതെന്ന് ഡിംപിൾ യാദവ് വിമർശിച്ചു. യുവാക്കളുടെ തൊഴിലിനൊന്നുമല്ല കേന്ദ്ര സർക്കാർ പ്രാമുഖ്യം നൽകുന്നത്. പകരം പ്രധാന പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്ന വിഷയങ്ങളിലാണ് അവരുടെ ശ്രദ്ധ. ലോക്സഭയിൽ സമ്പൽ വിഷയം ചർച്ച ചെയ്യുമെന്ന് സ്പീക്കർ ഉറപ്പു നൽകിയതാണ്. UP പോലീസ് എങ്ങനെയാണ് ജനങ്ങളെ പീഡിപ്പിക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു എന്നതിന്റെ കൃത്യമായ റോഡ് മാപ്പ് ഉണ്ട്. വളരെ ആസൂത്രിതമായാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നതെന്നും അവർ പറഞ്ഞു. രാജ്യത്ത് എന്താണ് നടക്കുന്നതെന്ന് കോൺഗ്രസ് എം.പി. ഇമ്രാൻ മസൂദ് ചോദിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സുപ്രീം കോടതിയും വിഷയം പരിശോധിക്കണം. ഒരു സമുദായത്തെ ഒന്നാകെ അരികുവൽക്കരിക്കാനാണോ നീക്കം? അവരുടെ ആരാധനാലയങ്ങളെയും സ്വത്തുക്കളെയും വെറുതെ വിടില്ലേ? ഇത്തരം സംഭവങ്ങൾ രാജ്യത്തൊന്നാകെ തീ പടർത്തും. ഞങ്ങൾ എവിടേക്കാണ് പോകേണ്ടത്? രാജ്യത്ത് നിന്ന് പുറത്താക്കാനാണോ ശ്രമം? ഏതൊക്കെ പള്ളികൾക്ക് താഴെ നിങ്ങൾ ക്ഷേത്രത്തിനു വേണ്ടി തിരയും? ഇതിനൊരു അന്ത്യമില്ലേ? രാഷ്ട്രീയ നേട്ടങ്ങൾക്കു വേണ്ടി BJP രാജ്യത്തെ ഒന്നാകെ തീയിലേക്ക് തള്ളിയിടുമോ? തീ കത്തി തുടങ്ങിയാൽ എല്ലായിടത്തേക്കും അത് ആളിപ്പടരുമെന്നും ഇമ്രാൻ മസൂദ് പറഞ്ഞു. ഹിന്ദുസേന എന്ന സംഘടനയാണ് അജ്മീർ ദർഗയ്ക്ക് താഴെ ശിവക്ഷേത്രമുണ്ടെന്ന് വാദിച്ച് കോടതിയെ സമീപിച്ചത്. ഹർജിയിൽ അജ്മീർ കോടതി കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിനും പുരാവസ്തു വകുപ്പിനും നോട്ടീസ് അയച്ചിട്ടുണ്ട്.